ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ലൈവിൽ ഒരു വൻ അടി, പിന്നെ കരച്ചിലായി, ബഹളമായി, ഒന്നും പറയേണ്ടടേ. ഒരു ജയിൽ നോമിനേഷനിലാണ് തുടങ്ങുന്നത്. അതായത് ജിസയിൽ അനിമോളെ നോമിനേറ്റ് ചെയ്യുന്നു. അറിയാമല്ലോ, മേക്കപ്പിൻ്റെ ഇഷ്യൂസും അങ്ങനെ അവർ തമ്മിലുള്ളൊരു പ്രശ്നം അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതിന് വെച്ചിട്ടാണ് ജിസയിൽ നോമിനേറ്റ് ചെയ്തത്. പിന്നെ അത് ഭയങ്കര ഇതായി, അനിമോൾക്കത് ട്രിഗറായി. അങ്ങനെ അനിമോള് ദേഷ്യത്തിൽ ടെമ്പറൊക്കെ തെറ്റി പുള്ളിക്കാരിയെ അടിക്കാനുള്ള വക്കിലെത്തി. പക്ഷേ കയ്യിൽ ജസ്റ്റ് ഒന്ന് തള്ളി, ജസ്റ്റ് ചെറുതായിട്ട്, അല്ലെങ്കിൽ നല്ല നല്ലൊരു സ്ട്രോങ് ഉണ്ടായിരുന്നു. ഒരു ഫിസിക്കൽ അസോൾട്ടാണ്, അടിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അടിച്ച പോലെയാണ്, തള്ളി. അതെനിക്ക് അങ്ങനെയാണ് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ബട്ട് ചെയ്തത് തെറ്റാണ്. നിങ്ങൾക്ക് സംസാരിക്കാടേ, സംസാരിച്ചു, ഒരു തെറ്റ് ശരി സംസാരിച്ച് നിൽക്കണം, അല്ല അത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. എനിക്കതിന് യോജിക്കാൻ പറ്റിയൊന്നുമില്ല. അത് അതിൻ്റെ ഒരു കരച്ചിലുണ്ട്, പൊന്നോ. പിന്നെ ആ വ്യക്തിയുടെ ഇമോഷണൽ ഞാൻ ഒരിക്കലും കളിയാക്കൂല. അങ്ങനെയാണ്, ഓരോരുത്തരും ഓരോ വ്യക്തികൾ അങ്ങനെ കരയും, പിന്നെ അവരുടെ ഇമോഷണൽ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്ത് പിന്നെ കരഞ്ഞ് മോങ്ങിയിട്ട് കാര്യമില്ല. കഴിഞ്ഞ വർഷം അറിയാമല്ല, കഴിഞ്ഞ വർഷം ഒരാളിങ്ങനെ ചെയ്തിട്ട് കിടന്ന് മോങ്ങി. അല്ലെങ്കിൽ സംസാരിച്ച് നിൽക്കണം. വേണ്ട, ഇത് വെച്ച് കളിക്കണം. രണ്ടുപേരെ ഭാഗത്ത് തെറ്റുണ്ടേ, അല്ല ഒരാളെ വെച്ച് പറയണില്ല, രണ്ടുപേരെ ഭാഗത്ത് തെറ്റുണ്ട്. സെലിബ്രിറ്റി ഓവറാണ്, അതുപോലെ അനിമോള്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. വരാം.